തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് സെന്റ് തോമസ് ഇടവക വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് നീക്കം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. കാളിയാർ ഫൊറോനയ്ക്ക് കീഴിലെ 5 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികൾ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ വനംവകുപ്പിനെതിരെ പരസ്യ പ്രതിഷേധവുമായി നേരത്തെ കോൺഗ്രസും CPM-ഉം രംഗത്തെത്തിയിരുന്നു. ജനവാസ മേഖലയിൽ വനംവകുപ്പ് അതിക്രമം നടത്തുന്നുവെന്നാരോപിച്ച് പ്രതിഷേധം കടുപ്പിക്കുകയാണ് മലയോര ജനത. ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ ആവർത്തിക്കുമ്പോഴും വനവിസ്തൃതി കൂട്ടാനാണ് വനംവകുപ്പ് തിടുക്കം കൂട്ടുന്നതെന്നാണ് ആരോപണം. തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് പള്ളി സ്ഥാപിച്ച കുരിശ് നീക്കം ചെയ്ത പ്രവൃത്തി ഇതിന് ഉദാഹരണമാണെന്നും വിശ്വാസികൾ പറഞ്ഞു. കൈവശാവകാശ രേഖയുള്ളതും പട്ടയ അപേക്ഷ നൽകിയിട്ടുള്ള ഭൂമിയിൽ നിന്നുമാണ് വനംവകുപ്പ് കുരിശ് നീക്കം ചെയ്തതെന്ന് തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം പറഞ്ഞു. നമ്മുടെ സ്ഥലത്തിന് ഉറപ്പുണ്ട്, അവിടെ നേരത്തെ താമസിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങളുണ്ട്, അവിടുത്തെ കൃഷിയെ പറ്റിയുള്ള തെളിവുകളുണ്ട്, റേഷൻ കാർഡുകളുണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷന്റെ കാര്യമുണ്ട്. എത്ര വർഷങ്ങളിലതിന് ആദ്യകാലത്ത് പട്ടയത്തിന് വേണ്ടി അപേക്ഷിക്കപ്പെട്ടതാണ് സ്ഥലമെല്ലാം. അതുകൊണ്ട് സ്ഥലത്തിന്റെ പഴക്കത്തെപ്പറ്റി ഒരു സംശയമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അനധികൃതമായിട്ട് വന്ന് കുരിശെടുക്കണമെന്നാണ് ഫോറസ്റ്റുകാർ. വളരെ തെറ്റായ നടപടിയാണ്. ഈ മേഖലയിൽ താമസിക്കുന്ന മനുഷ്യരെല്ലാം മുറിഞ്ഞുമുട്ടിയാണ് ജീവിക്കുന്നത് ഫോറസ്റ്റുകാരെ കൊണ്ട്. അങ്ങനെയല്ല അവർ വെറുക്കപ്പെട്ടവരായിട്ട് കണക്കാക്കുന്നത്. വനം റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷനിൽ വനഭൂമി എന്ന് കണ്ടെത്തിയതിനാലാണ് കുരിശ് പൊളിച്ചതെന്നായിരുന്നു വനം വകുപ്പിന്റെ വിശദീകരണം. അതേസമയം വണ്ണപ്പുറം പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെന്നും പട്ടയ സാധ്യതയുള്ള മേഖലയാണെന്നും നാട്ടുകാർ പറയുന്നു. വലിയ ചതിയുടെ വാരിക്കുഴികൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടായി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ സംഘടിച്ച് ശക്തരായി നിൽക്കുന്നത്. ഒരു കുരിശ് ഇവിടെ തകർത്തപ്പോ എല്ലാ വിശ്വാസികളും അവന്റെ വീട്ടുപടിക്കൽ കുരിശുയർത്തി ഒന്നിന് പകരം 100 വാനോളം ഉയർത്തിയ ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ജലചതിയുടെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, കൊടുക്കുമ്പോൾ 1000 എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വൻ ചതി ഈ സംഭവത്തിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സർക്കാർ വാർഷിക പരിപാടിക്കായി മുഖ്യമന്ത്രി ജില്ലയിലെത്തിയപ്പോൾ കുരിശ് നീക്കം ചെയ്ത വിഷയമടക്കം ധരിപ്പിച്ചതായി വിശ്വാസികൾ പറഞ്ഞു.